ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ എങ്ങോട്ടാണ് ഒരുങ്ങിക്കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതുപോലെ തന്നെ പോവുകയാണ് കേട്ടോ. ഏട്ടനും ഞാനും ഒക്കെ ക്ലാസ്സിന് പോവുകയാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിട്ടിക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചിട്ടിനെയും കൊണ്ടാണ് കേട്ടോ ക്ലാസ്സിൽ പോണത്. അപ്പോൾ വീട്ടിൽ ആരും ഇല്ല, ഒറ്റയ്ക്ക് നിർത്താനും പറ്റില്ല. അപ്പോൾ ചാരുമോളുടെ ഇന്ന് പ്രോഗ്രാമാണ് കേട്ടോ. അവിടെ അമ്പലത്തിൽ ഇന്ന് പ്രോഗ്രാമാണ്, അത് വൈകിട്ടാണ്. അപ്പോൾ അവൾ രാവിലെ പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളും വീട്ടിലില്ലാത്തതുകൊണ്ട് ചിട്ടിക്കുട്ടിനെയും ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ചാരുവിൻ്റെ പ്രോഗ്രാമിൽ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചവരെയെങ്കിലും ക്ലാസ്സിന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ കുറേയായി നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സൊക്കെ മിസ്സായിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ തിരക്കൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ വന്നു കേട്ടോ. ക്ലാസ്സിൽ വന്നതും ബിരിയാണിയാണല്ലോ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ട് ലഞ്ച് ടൈമിലെടുത്ത വീഡിയോ ആണ്. ക്ലാസ്സിൽ പോയാൽ പിന്നെ അങ്ങനെ സാധാരണ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല. കിട്ടിയാലും ചിലപ്പോൾ മറന്നു കൂട്ടാം. അപ്പോൾ ഇത് ലഞ്ച് ടൈമിൽ നമ്മുടെ അവിടെ ഇന്ന് 2 പേര് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഫ്രണ്ട്സുകൾ ബിരിയാണി കൊണ്ടുവന്നു. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റംസാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റംസാൻ്റെ വകയായിട്ട് അല്ലെങ്കിൽ പെരുന്നാളുടെ ആ ഒരു സെലിബ്രേഷൻ ഒരു രീതിയിൽ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ 2 പേര്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കല്ല, ചാരുമോളുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. അവിടെ അമ്പലത്തിൽ ഇന്ന് പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേശ്ശെ എന്തായാലും നമ്മൾ വന്നതാണല്ലോ, നമ്മൾ എന്തായാലും കഴിക്കാതെ വിട്ടാക്കില്ല. അപ്പോൾ കുറേശ്ശെ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിൽ പോയിട്ട് ബാഗ് വെച്ച് അപ്പം തന്നെ നമ്മൾ അവിടെ പോവാണ് കേട്ടോ. പ്രോഗ്രാമിൻ്റെ ആ സ്ഥലത്തേക്ക് പോവാണ്, അമ്പലത്തേക്ക് പോവാണ്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളിതാ കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ദാഹം പോരാത്തതിന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചില്ല. അപ്പോൾ മിറാണ്ടയൊക്കെ വാങ്ങിച്ച് വെച്ച് അതങ്ങനെ ഇടവഴി നിർത്തി കുടിക്കാനായിട്ട് നിന്നോട്ടെ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല വെയിലാണ്, നല്ല വെയിലും നല്ല പുകച്ചലുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടുണ്ട്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ, അത്രയ്ക്കും ചൂടാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ വീടൊക്കെ എത്തി, വീട്ടിൽ ബാഗൊക്കെ വെച്ച് പിന്നെ അപ്പം തന്നെ നേരെ ഷാരുവിൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ കണ്ടില്ല, ഞങ്ങളിതാ ഷോളൊക്കെ ഇങ്ങനെ തലയിൽ കൂടി ഇട്ടിട്ടാണ് കേട്ടോ, 2 പേരുടെ തലയിൽ കൂടി ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിൻ്റെ ആ സമയത്ത് 2 പ്രാവശ്യം എനിക്കിങ്ങനെ പുറത്ത് ഇങ്ങനെ പോയിട്ട് നമ്മൾ വണ്ടിയിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ചൂടടിച്ച് മുഖവും ഒക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വന്നിട്ടേ ഉള്ളൂ. പിന്നെ വെറുതെ അങ്ങോട്ട് വീണ്ടും പൊള്ളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഷാളൊക്കെ തലയിൽ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങളത് അവിടെ നല്ല എത്തിയിട്ടുണ്ട് കേട്ടോ, ഡാൻസ് ക്ലാസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് ആറാട്ടാണ് കേട്ടോ. ഇവിടെ ഇന്ന് പരിപാടിയാണ്. കുറേ ദിവസമായി ഇവിടെ എന്താണ് സംഭവങ്ങൾ തുടങ്ങിയിട്ടിട്ട്. പൊങ്കാല ഇന്നലെ പൊങ്കാല ഞാൻ 3-4 ദിവസമായിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ആറാട്ടാണ്. അപ്പോൾ ഞങ്ങൾ വന്നു ചാരുവിനെയൊക്കെ കണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സദ്യക്ക് വലിയ ഒരുപാട് അങ്ങോട്ട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. 2 വക കറിയും പായസവും ചോറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയ്ക്ക് 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ടൊന്നും കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ, എല്ലാവർക്കും കൂടെ ഉണ്ടാകുമ്പോൾ കുറേശ്ശെ ഞങ്ങൾ കഴിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ എന്തായാലും സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഏട്ടനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് പറ്റില്ല, ചൂടായിട്ട്. അപ്പോൾ പ്രോഗ്രാമൊക്കെ 8 മണിയാകുമ്പോഴേ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ വെറുതെ ഇവിടെ ഇരുന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണ വഴിക്ക് ഒന്ന് ATM വരെ കയറിയിട്ടാണ്. ATMൽ കയറി പിന്നെ പൈസ എടുക്കണ കൂട്ടത്തിൽ തന്നെ കുറച്ച് നേരം അവിടെ നിന്നുവിട്ടാൽ. കാരണം ഒന്നാമത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറേ സമയം നിന്നിട്ടാണ് കേട്ടോ പോയത്.
ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ATMൽ കയറിയ കുറച്ച് സമയം നിൽക്കുന്ന ഒരു ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് കാലം ആകുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ. ATMൽ വേറെ പുറത്തൊന്നും ആരും ഇല്ലെങ്കിൽ നമ്മൾ സുഖമായിട്ട് കുറച്ച് നേരം കൂടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ATMൽ പോയി കുറച്ച് നേരം നിന്നിട്ടാണ്. അങ്ങനെ വീണ്ടും ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരുക്കി വെച്ചു. അടിച്ചു കോരലും എല്ലാം ചെയ്ത് പിന്നെ ഒരു 6 മണിയായപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചിട്ടിക്കുട്ടീനെ അമ്പലത്തിൽ അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ട്. ചാരുവിൻ്റെ കൂടെ തന്നെ അവിടെ ചിട്ടിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നത്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ച് പോവാണ്. ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും കുട്ടികളൊക്കെ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ ഫിനിഷിങ് ആയി. നമ്മൾ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ആ ഒരു സമയം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ലിപ്സ്റ്റിക് ഇടലും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കലാണ് തിരക്കാണ്. അപ്പോൾ ചാരുവിനാണെങ്കിൽ ഇപ്പം ജലദോഷം ആയതുകൊണ്ട് തന്നെ ആൾക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ക്ഷീണമായിട്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ പിന്നെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് ഓക്കെ ആയി. അവൾക്ക് എപ്പോഴും ഈ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം ആകുമ്പോൾ ജലദോഷം പിടിക്കും, അന്ന് ദിവസം വയ്യാണ്ടാവും. ഇത് പതിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. നമ്മൾ ഈ തണുത്ത വെള്ളം കുടിക്കണ്ട അല്ലെങ്കിൽ തല നനച്ച് കുളിക്കണ്ട ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാലും അതുതന്നെ ചെയ്യും. അവസാനം വയ്യാതെയാവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുകയാണ് കേട്ടോ. അതിന് ശേഷം അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി തൊഴുതിട്ട് വന്നു. പിന്നെ നമ്മുടെ സാർക്കും ടീച്ചർക്കും ഉള്ള ദക്ഷിണയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ പ്രോഗ്രാമൊക്കെ തുടങ്ങുമ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ആറാട്ടായത് കൊണ്ട് തന്നെ ആനയും ചെണ്ടമേളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരു തിരക്കായിരുന്നു ഡാൻസിൻ്റെ ഇടയിൽ. അപ്പോൾ എന്തായാലും പിള്ളേർക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികൾ. അപ്പോൾ ഡാൻസിന് ചേർന്നപ്പം മുതൽ ഈ ഒരു അമ്പലത്തിൽ ഉത്സവ സമയത്ത് ചാരുമോൾ എപ്പോഴും ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. എല്ലാ വർഷവും കളിക്കുന്നതാണ്. നമ്മൾ ഈ കൊറോണ ടൈം ഒഴിച്ചാൽ 2 കൊല്ലം മാത്രമാണ് കളിക്കാതിരുന്നത്, ബാക്കി എല്ലാ വർഷവും കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കൊല്ലം അങ്ങനെ പതിവ് തെറ്റിക്കാതെ അങ്ങനെ കളിക്കാനായിട്ട് പറ്റി. എന്തോ ദേവിയുടെ സഹായം കൊണ്ട് അതും അങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അമ്പലത്തിലൊക്കെ വന്ന് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമുക്ക് എവിടെയും പോയാൽ ഇങ്ങോട്ടൊക്കെ എടുക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വന്ന് ചിലങ്കിയൊക്കെ കെട്ടി പിന്നെ ദക്ഷിണയൊക്കെ വെക്കുകയാണ് കേട്ടോ. സാർക്കും ടീച്ചർക്കും ദക്ഷിണയൊക്കെ വെച്ച് കാലൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ സ്റ്റേജിൻ്റെ അവിടെ പോവുകയാണ് ചെയ്തത്. അപ്പോഴേക്കും വേറെ ടീമുകാരൻ്റെ വയലിൻ ഉണ്ടല്ലോ, വയലിൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴേക്കും 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് കുട്ടികളുടെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിള്ളേരുടെ ഡാൻസിൻ്റെ വീഡിയോസൊന്നും ഫുള്ളായിട്ട് എടുത്തിട്ടുമില്ല. പിന്നെ ഇതിൽ അങ്ങോട്ട് വെച്ചിട്ടില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ട്, പക്ഷേ സൗണ്ടൊക്കെ അത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമുക്കിതിൽ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പി റൈറ്റിങ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ ആ വേല സമയത്തുള്ള ഒരു വീഡിയോയിൽ നമ്മൾ അത് എവിടെയോ ചെറുതായിട്ട് ഇങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് കോപ്പി റൈറ്റിംഗ് കിട്ടിയിട്ട് പണി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോപ്പി റൈറ്റിംഗ് കിട്ടി വെച്ചാൽ നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ ഏണിങ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. ആ വീഡിയോ ഇട്ടിട്ട് വെറുതെ നമ്മൾ ഇങ്ങനെ വീഡിയോ കാണാം എന്നല്ലാതെ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഒന്നും ഉണ്ടാവില്ല. അതിപ്പോൾ എത്ര പേര് കണ്ടാലും ഇതില്ല, നമുക്ക് കോപ്പി റൈറ്റിംഗ് കിട്ടിയ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ്. അപ്പോൾ നമുക്കതൊരു കയ്യബദ്ധം പറ്റിയതാണ്, അറിയാതെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിൽ പെട്ടെന്ന് അങ്ങനെ ഇതായിപ്പോയതാണ്. എന്നിട്ട് കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അതൊക്കെ കട്ട് ചെയ്തിട്ടും അത് മോണിറ്റൈസേഷൻ ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഏത് പാട്ടിലും വോയിസ് വെച്ചിട്ടില്ല, എല്ലാം മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഏണിങ്സ് കിട്ടാനാണല്ലോ അല്ലേ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ പിന്നെ നമ്മളത് വീണ്ടും വീണ്ടും നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന് എതിരെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മളെ എന്താ പറയുക ഇതാക്കി വിടും, ചാനൽ തന്നെ അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇത് ആക്കിയില്ല കേട്ടോ, നമ്മൾ സൗണ്ടൊന്നും വെച്ചില്ല. അപ്പോൾ സൗണ്ട് ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഡാൻസ് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, എന്നാലും നമ്മൾ ചെയ്തു വെച്ചാൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ അനുപമ മണികണ്ഠൻ, അഞ്ജന കൃഷ്ണൻ, പ്രാർത്ഥന പ്രദീപ് കുമാർ, സ്വപ്ന ചന്ദ്രൻ, അക്ഷര ശ്രുധീർ, രാജേശ്വരി ജഗദീഷ്, അനാമിക രാജൻ, ആബ മണികണ്ഠൻ, സമന്വയ ബാബുരാജ്, ആര്യനന്ദ മഹേഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാട്ടിൻ്റെ സ്പീഡൊക്കെ കൂട്ടി അങ്ങനെ ഇട്ടതാണ് കേട്ടോ. വെറുതെ എന്താണ് സൗണ്ട് ഇല്ലാണ്ട് പിന്നെ വെറുതെ ഡാൻസ് കാണുമ്പോഴും ഒരു ബോറടിക്കില്ല എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മ്യൂട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആറാട്ട് ഇവിടെ അമ്പലത്തിൽ എന്താണ് കാവ് കയറിയിട്ടുണ്ട് കേട്ടോ. ആനയൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താണ് സമ്മാനദാനം ഉണ്ടായിരുന്നു, പിന്നെ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഇത്തവണയാണ് ക്യാഷ് പ്രൈസ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാ അവിടെ നിർത്തിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. ലൈറ്റിൻ്റെ അവിടെ നിർത്തിയിട്ട് പല പല പോസിലും പല ഇതിലൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ എല്ലാം നമ്മുടെ മേക്കപ്പൊക്കെ എന്താ പറയുക അയച്ചു മാറ്റാൻ തന്നെ മണിക്കൂറുകളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേർക്ക് മാത്രമല്ല നമുക്കും ഒക്കെ ഉണ്ടായിരുന്നു. ടിഫിനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് പോയത്. അപ്പോഴേക്കും സമയം 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വീടെത്തുമ്പോഴത്തേക്കും. അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ദിവസം കേട്ടോ. ഇന്നത്തെ ദിവസം വീട്ടിലെ വിശേഷങ്ങൾ അധികമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ മൊത്തത്തിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ ആണല്ലേ. അപ്പോൾ എന്നും വീട്ടിൽ ഈ ചട്ടിയും കലമൊക്കെ ആയിട്ട് തട്ടിയും മുട്ടിയും ഇരിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ബോറടിക്കും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ ഓരോ വീഡിയോസും കൂടെ ഇടാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതങ്ങനെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും ചാരുമോളുടെ ഡാൻസൊന്നും ശരിക്കും അങ്ങോട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്ന് പറയാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ബൈ.